പേശാമടന്തയുടെ കഥ. ബുദ്ധിപരമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും മോട്ടിവേഷൻ പാഠങ്ങളുമടങ്ങിയ വിക്രമാദിത്യ കഥയാണ് പേശാമടന്തയുടെ കഥ. ഈ കഥയിൽ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് കണ്ടെത്തേണ്ട ഒരു സമസ്യ ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണെന്ന് ശരിയായി ഉത്തരം നൽകുന്നവർക്ക് 499 രൂപ വിലയുള്ള നസീർ ഖാൻ സാഹിബ് ടി എഴുതിയ പൊൻപുലരി എന്ന മോട്ടിവേഷൻ പുസ്തകം സമ്മാനമായി നൽകുന്നതാണ്. നമുക്ക് കഥയിലേക്ക് കടക്കാം. വിക്രമാദിത്യൻ. ഈ പേര് കേൾക്കാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? ഉജ്ജയിനിയിലെ ആ ഇതിഹാസ രാജാവ്. അദ്ദേഹത്തിന്റെ ബുദ്ധിയെ വെല്ലുവിളിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? എന്നാൽ അങ്ങനെയൊരാളുണ്ടായിരുന്നു. കാശ്മീരിലെ രാജകുമാരി പേശാമടന്ത. ഇതൊരു സാധാരണ കഥയല്ല, വാക്കുകൾ കൊണ്ടുള്ളൊരു യുദ്ധത്തിന്റെ കഥയാണ്. അപ്പോൾ എന്തായിരുന്നു ഈ രാജകുമാരിയുടെ വെല്ലുവിളി എന്നറിയാമോ? എന്നെക്കൊണ്ട് സംസാരിപ്പിക്കുന്നവനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. ഇതായിരുന്നു ആ പ്രതിജ്ഞ. വെറുമൊരു വാശിയായിരുന്നില്ലത്. തന്റെ അറിവിലും സൗന്ദര്യത്തിലുമുള്ള അഹങ്കാരത്തിൽ നിന്നെടുത്ത ഒരു കടുത്ത തീരുമാനം. വെറുതെ ശ്രമിച്ചാൽ പോരാ, പരാജയപ്പെട്ടാൽ കഠിനമായ ശിക്ഷയും ഉറപ്പ്. 100 കണക്കിന് പണ്ഡിതന്മാർ വന്ന് തോറ്റുപോയൊരു വെല്ലുവിളിയായിരുന്നത്. അപ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, മിണ്ടാതെ ഇരിക്കുന്ന ഒരാളെ നിങ്ങൾ എങ്ങനെ സംസാരിപ്പിക്കും? ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുത്തിട്ടോ ഒന്നും നടക്കാത്ത ഒരു കാര്യം വെറും ബുദ്ധി കൊണ്ട് മാത്രം എങ്ങനെ നേടാനാവും? ഈയൊരു വലിയ ചോദ്യമാണ് വിക്രമാദിത്യന്റെ മുന്നിലും വന്നു നിന്നത്. ശരി, അപ്പോൾ വിക്രമാദിത്യൻ ഈ വെല്ലുവിളി ഏറ്റെടുത്തു. അദ്ദേഹം ഒരു സാധാരണക്കാരന്റെ വേഷത്തിൽ തന്റെ വിശ്വസ്തനായ മന്ത്രി ഭട്ടിയോടൊപ്പം നേരെ കൊട്ടാരത്തിലെത്തി. അവിടെ ഒരു കല്ലുപ്രതിമയെപ്പോലെ ഇരിക്കുന്ന രാജകുമാരിയെ കണ്ടപ്പോഴേ അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. ഇത് സാധാരണ വഴികളിലൂടെ നടക്കില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു അസാധാരണ തന്ത്രം പ്രയോഗിച്ചു. എന്താണെന്നല്ലേ? രാജകുമാരിയെ പൂർണ്ണമായി അങ്ങ് അവഗണിക്കുക. എന്നിട്ട് ആ മുറിയിലെ ജീവനില്ലാത്ത വസ്തുക്കളോട് സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം ആദ്യം തന്നെ അവിടെ കത്തിക്കൊണ്ടിരുന്ന ഒരു ദീപത്തിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഹേ ദീപമേ, ഈ രാജകുമാരിക്ക് എന്തായാലും മിണ്ടാനൊന്നും ഭാവമില്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് രസകരമായൊരു കഥ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ ആദ്യത്തെ കഥയിലേക്ക് കടന്നു. കഥ ഇങ്ങനെയാണ്. 4 സുഹൃത്തുക്കൾ. അവർ കാട്ടിൽ വഴിതെറ്റി അലയുകയായിരുന്നു. ഒരാൾ മരപ്പണിക്കാരൻ, മറ്റൊരാൾ തുന്നൽക്കാരൻ, മൂന്നാമൻ ഒരു സ്വർണ്ണപ്പണിക്കാരൻ, നാലാമത്തെയാൾക്കാണെങ്കിൽ കുറച്ച് മന്ത്രവിദ്യയൊക്കെ അറിയാം. അവർ ഒരുമിച്ചൊരു അത്ഭുതം സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. അതായത് ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ ഉപയോഗിച്ച് ഒരു സ്ത്രീരൂപമുണ്ടാക്കി. അങ്ങനെ ആ മനോഹരമായ സ്ത്രീരൂപം പൂർത്തിയായി. തന്നെ അവർക്കിടയിൽ വലിയൊരു തർക്കം തുടങ്ങി. ഇവൾ ആരുടെ ഭാര്യയാകണം? ഓരോരുത്തർക്കും വേണം. അപ്പോൾ വിക്രമാദിത്യൻ ആ ദീപത്തോട് ചോദിച്ചു, ദീപമേ, നീ തന്നെ പറയൂ, ഈ തർക്കത്തിനൊരു പരിഹാരം വേണം. അവൾ ആരുടെ ഭാര്യയാകണം? അത്ഭുതം! വിക്രമാദിത്യന്റെ ചോദ്യത്തിന് ആ ദീപം മറുപടി പറഞ്ഞു. ജീവൻ കൊടുത്തിയാൾ അച്ഛന്റെ സ്ഥാനത്താണ്. വസ്ത്രവും ആഭരണങ്ങളും കൊടുത്തവരോ സഹോദരങ്ങളുടെ സ്ഥാനത്തും. എന്നാൽ അവളെ ഒരു രൂപമാക്കി മാറ്റിയത് ആ മരപ്പണിക്കാരനാണ്. അതുകൊണ്ട് അവൻ തന്നെയാണ് അവളുടെ ഭർത്താവാകേണ്ടത്. ഈ മറുപടി കേട്ട രാജകുമാരി ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. പക്ഷേ അവൾ തന്റെ മൗനം തുടർന്നു. അപ്പോ 1ാം ഘട്ടം കഴിഞ്ഞു. രാജകുമാരിയുടെ ഉള്ളിൽ ജിജ്ഞാസയുടെ ഒരു തീപ്പൊരി വീണിട്ടുണ്ട്. പക്ഷെ അവൾ പിടിച്ചു നിന്നു. വിക്രമാദിത്യൻ അതുകൊണ്ടൊന്നും നിർത്തിയില്ല. അടുത്ത കഥയ്ക്കായി അദ്ദേഹം നേരെ ആ മുറിയിലെ ഒരു തൂണിൽ കുത്തിവെച്ച ചിത്രത്തിലേക്ക് തിരിഞ്ഞു. രാജകുമാരിയുടെ മേലുള്ള സമ്മർദ്ദം കൂട്ടിക്കൊണ്ട് അദ്ദേഹം അടുത്ത കഥ തുടങ്ങി. ഇത്തവണ വിക്രമാദിത്യൻ ആ ചിത്രത്തോടാണ് സംസാരിക്കുന്നത്. മുൻപത്തേക്കാൾ കൂടുതൽ നാടകീയവും സംഘർഷഭരിതവുമായ ഒരു കഥ. കടലിൽ വെച്ച് വേർപിരിഞ്ഞുപോയ ഒരു ഭർത്താവിന്റെയും ഭാര്യയുടെയും കഥയാണിത്. ഈ കഥയുടെ ഒരു പോക്ക് നോക്കിക്കേ. ഭാര്യയെ ഒരു കാട്ടുരാജാവ് തട്ടിക്കൊണ്ടുപോയി തടവിലാക്കുന്നു. 1 വർഷം മുഴുവൻ അലഞ്ഞുതിരിഞ്ഞ് അവസാനം ഭർത്താവ് അവളെ കണ്ടെത്തുന്നു. അവർ ഒരുമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ്ടും പിടിക്കപ്പെടുന്നു. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടപ്പോൾ ഭർത്താവ് തന്റെ ഭാര്യയ്ക്കു വേണ്ടി കാളീദേവിക്ക് സ്വയം ബലിയർപ്പിക്കുന്നു. ഇത് കണ്ട് ഹൃദയം തകർന്ന് ആ ഭാര്യയും ജീവനൊടുക്കാൻ ഒരുങ്ങുമ്പോഴോ സാക്ഷാൽ കാളീദേവി പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ടൊരു വരം നൽകുന്നു. നിങ്ങളിൽ ഒരാൾക്ക് മാത്രം ഞാൻ ജീവൻ തിരികെ നൽകാം. എന്തൊരു അവസ്ഥയാണല്ലേ! ഇതൊരു എളുപ്പമുള്ള ചോദ്യമല്ല, അല്ലേ? ഭർത്താവിനോ ഭാര്യയ്ക്കോ ആർക്കാണ് ജീവൻ തിരികെ നൽകേണ്ടത്? വിക്രമാദിത്യൻ ആ ചിത്രത്തോട് ചോദിച്ചു. ചിത്രമേ, നീ പറയൂ, ആർക്കാണ് ജീവൻ തിരികെ ലഭിക്കേണ്ടത്? ഈ ചോദ്യം ഒരു അമ്പുപോലെ രാജകുമാരിയുടെ ഹൃദയത്തിലും ചെന്ന് തറച്ചു. ആ ചിത്രവും മറുപടി പറഞ്ഞു, തീർച്ചയായും ഭാര്യയ്ക്ക് തന്നെ ജീവൻ തിരികെ നൽകണം. കാരണം അവൾ ജീവിച്ചിരുന്നാലേ അവന്റെ വംശം നിലനിൽക്കുകയുള്ളൂ. ഈ ഉത്തരം കേട്ടതും രാജകുമാരിയുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് തന്നെ ഉണ്ടായി. അവൾക്കതിനോട് വിയോജിപ്പുണ്ടായിരുന്നു. നാവ് മറുപടി പറയാനായി തുടിച്ചു. പക്ഷേ പല്ലുറുമിക്കൊണ്ട് അവൾ സ്വയം നിയന്ത്രിച്ച് ആ മൗനം തുടർന്നു. 2 കഥകൾ കഴിഞ്ഞു. രാജകുമാരി ഇപ്പോഴും മിണ്ടിയിട്ടില്ല. പക്ഷെ അവളുടെ ഉള്ളിലെ മതിൽക്കെട്ടുകൾക്ക് വിള്ളൽ വീണു തുടങ്ങിയിട്ടുണ്ട്. വിക്രമാദിത്യൻ തന്റെ 3ാമത്തെ കഥയിലേക്ക് കടന്നു.
ഇത് മുമ്പത്തേക്കാളൊക്കെ സങ്കീർണവും വിചിത്രവുമായ ഒന്നായിരുന്നു. ഒരു തീർത്ഥാടനത്തിനിടെ സംഭവിച്ച ഒരു വലിയ ദുരന്തത്തിന്റെ കഥ. കഥ ഇതാണ്. 2 സുഹൃത്തുക്കൾ, അതിലൊരാളുടെ ഭാര്യയും കൂടി ഒരു കാളിക്ഷേത്രത്തിലെത്തുന്നു. അവിടെ വെച്ച് അമിതമായ ഭക്തി കാരണം ആ ഭർത്താവും സുഹൃത്തും സ്വയം തലയറുത്ത് ദേവിക്ക് ബലി നൽകുന്നു. ഇത് കണ്ട് ആ സ്ത്രീ ദേവിയോട് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ദേവി പ്രത്യക്ഷപ്പെട്ട് ആ തലകൾ ഉടലുകളുമായി ചേർത്തുവയ്ക്കാൻ പറഞ്ഞു. പക്ഷെ പരിഭ്രമത്തിൽ അവൾക്കൊരു അബദ്ധം പറ്റി. തലകൾ പരസ്പരം മാറിപ്പോയി. ഭർത്താവിന്റെ തല സുഹൃത്തിന്റെ ഉടലിലും സുഹൃത്തിന്റെ തല ഭർത്താവിന്റെ ഉടലിലും. ദേവിയുടെ അനുഗ്രഹത്താൽ 2 പേർക്കും ജീവൻ തിരിച്ചുകിട്ടി. ഇനിയാണ് ചോദ്യം, ഇപ്പോൾ അവൾ ആരുടെ ഭാര്യയാണ്? വീണ്ടും ദീപം തന്നെ ഉത്തരം നൽകി. തലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം. ഓർമ്മയും ബുദ്ധിയുമെല്ലാം തലയിലാണല്ലോ. അതുകൊണ്ട് ഭർത്താവിന്റെ തലയുള്ള ആൾ തന്നെയാണ് അവളുടെ ഭർത്താവ്. ഈയൊരു യുക്തിപരമായ ഉത്തരം കേട്ടപ്പോൾ രാജകുമാരിക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല. അവൾ അസ്വസ്ഥയായി. എന്തോ പറയാൻ വേണ്ടി വായ തുറന്നതാണ്. പക്ഷെ അവസാന നിമിഷം അവൾ വീണ്ടും സ്വയം പിടിച്ചു നിർത്തി. വിക്രമാദിത്യന് മനസ്സിലായി, ഇനിയൊരൊറ്റ അടികൂടി മതി ഈ മൗനം ഭേദിക്കാൻ. അദ്ദേഹം തന്റെ അവസാനത്തെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം പുറത്തെടുത്തു. രാജകുമാരിയുടെ സഹനശക്തിയുടെ അവസാനത്തെ കണികയെയും പരീക്ഷിക്കുന്ന ഏറ്റവും വികാരതീവ്രമായ ഒരു കഥ. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു രാജകുമാരിക്ക് ഒരു കാമുകനുണ്ടായിരുന്നു. പക്ഷെ അവളുടെ വിവാഹം മറ്റൊരാളുമായി കഴിഞ്ഞു. വിവാഹശേഷം അവൾ തന്റെ കാമുകനെ കാണാൻ പോകുകയാണ്. പോകുന്ന വഴിക്ക് ഒരു കള്ളൻ അവളെ പിടികൂടി. പക്ഷെ അവൾ സത്യം പറഞ്ഞപ്പോൾ ആ കള്ളൻ അവിടെ ഒന്നും ചെയ്യാതെ വിട്ടയച്ചു. അവൾ കാമുകന്റെ അടുത്തെത്തിയപ്പോൾ വിവാഹിതയായ അവളെ അവൻ നിരസിച്ചു. ഒടുവിൽ നിരാശയായി തിരികെ ഭർത്താവിൻ്റെ അടുത്തെത്തി നടന്നതെല്ലാം തുറന്നു പറഞ്ഞു. അപ്പോൾ ആ ഭർത്താവ് അവളെ സ്വീകരിച്ചു. കഥ കേട്ടല്ലോ. പ്രണയം, ധർമ്മം, നീതി, ക്ഷമ എല്ലാം ഇതിലുണ്ട്. വിക്രമാദിത്യൻ തന്റെ അവസാനത്തെ ചോദ്യം ഉന്നയിച്ചു. ഇവരിൽ 3 പേരിൽ ആരാണ് ഏറ്റവും വലിയ ത്യാഗി? അവളെ ഉപേക്ഷിച്ച കാമുകനോ, അവളെ വെറുതെ വിട്ട കള്ളനോ, അതോ ഇതെല്ലാം അറിഞ്ഞിട്ടും അവളെ സ്വീകരിച്ച ഭർത്താവോ? ദീപം ഉത്തരം കൊടുത്തു. ഇതിലേറ്റവും വലിയ ത്യാഗി ആ കള്ളനാണ്. കാരണം ഒരു ദുഷ്ടനായിരുന്നിട്ടും അവൻ ധർമ്മം എന്താണെന്ന് കാണിച്ചു തന്നു. ഉത്തരം കിട്ടിയ ഉടനെ വിക്രമാദിത്യൻ തന്റെ കെണിയൊരുക്കി. അദ്ദേഹം മനഃപൂർവ്വം ആ യുക്തിക്ക് നിരക്കാത്തൊരു വാദമുന്നയിച്ചു. അല്ല, നീ പറയുന്നത് തെറ്റാണ്. ആ കാമുകനാണ് ഏറ്റവും വലിയവൻ. ധർമ്മം പാലിക്കാനല്ലേ അവൻ അവളെ ഉപേക്ഷിച്ചത്? ആ വാദം കേട്ടതും പേഷാമടന്തയ്ക്ക് സഹിക്കാനായില്ല. ആ തെറ്റായ, നീതിയില്ലാത്ത വാദം അവളുടെ സകല നിയന്ത്രണങ്ങളെയും തകർത്തെറിഞ്ഞു. വർഷങ്ങളായി കാത്തുസൂക്ഷിച്ച മൗനം ഭേദിച്ച് അവൾ അലറി. അല്ല, നിങ്ങൾ പറയുന്നത് ശുദ്ധസംബന്ധമാണ്. ഇതിലേറ്റവും വലിയ ത്യാഗി ആ ഭർത്താവാണ്. മറ്റൊരു പുരുഷനെ തേടിപ്പോയ ഭാര്യയെ ഒരു വാക്കുപോലും പറയാതെ സ്വീകരിക്കാൻ കാണിച്ച ആ മനസ്സിനെയാണ് ത്യാഗം എന്ന് വിളിക്കേണ്ടത്. ആ ഒരൊറ്റ നിമിഷം ആ സഭ മുഴുവൻ സ്തംഭിച്ചുപോയി. കൊട്ടാരം നിശ്ശബ്ദമായി. പേശാമടന്ത സംസാരിച്ചിരിക്കുന്നു. വിക്രമാദിത്യൻ ഒരു വിജയച്ചിരിയോടെ എഴുന്നേറ്റുനിന്ന് തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി. തന്റെ പരാജയം സമ്മതിച്ച് രാജകുമാരി നാണത്തോടെ തല താഴ്ത്തി. തന്റെ മൗനവ്രതത്തേക്കാൾ എത്രയോ വലുതാണ് വിക്രമാദിത്യന്റെ ബുദ്ധിയെന്നവൾക്ക് ബോധ്യമായി. അങ്ങനെ അറിവും യുക്തിയും ഒരുമിച്ച ആ നിമിഷത്തിൽ പേശാമടന്ത വിക്രമാദിത്യന്റെ ഭാര്യയാകാൻ സമ്മതിച്ചു. അപ്പോ എന്താണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്? ചിലപ്പോൾ വാക്കുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ വലിയ മിടുക്ക് മറ്റുള്ളവരെക്കൊണ്ട് സംസാരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതിലാണ്. വിക്രമാദിത്യൻ തെളിയിച്ചതും അതുതന്നെയാണ്. ബുദ്ധി കൊണ്ടുള്ളൊരു തന്ത്രപരമായ വിജയം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉത്തരങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ പേരിനോടൊപ്പം ഫോൺ നമ്പറും കൂടി വയ്ക്കുക. വിജയികളെ വിളിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്.